മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇന്ത്യയിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി മദീനയിൽ നിന്ന് എത്തിപ്പെട്ട മഹാന്മാരായിരുന്നു മാലിക് ബിൻ ദീനാറും സംഘവും. അവരുടെ വരവോടുകൂടി ഇന്ത്യയിലേക്ക് മക്ക മദീനയിൽ നിന്ന് ഒരുപാട് മഹാന്മാർ പലായനം ചെയ്തു. ഭാരതത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇസ്ലാമിക പ്രബോധനം നടത്തിയ പല പ്രമുഖന്മാരുടെയും ഔലിയാക്കളുടെയും മക്ബറകൾ ഭാരതത്തിൽ പലയിടത്തും ഉണ്ട്. കർണാടക ജില്ലയിലെ ഉള്ളാളത്തും അതുപോലെ കുടകിലെ എരുമാട്ടും ഇതുപോലെ അന്തിയുറങ്ങുന്ന മഹാരഥന്മാരുണ്ട്. കുടകിലെ എരുമാട്ടുള്ള സൂഫി ഷഹീദ് അവர்களுടെ ഇതിഹാസ തുല്യമായ ജീവിതമാണ് ഈ പാട്ടുകളിലൂടെ ഇതൾ വിടർത്തുന്നത്. സൂഫി ഷഹീദെന്നോരേ ശറഫായി വിളങ്ങുന്നോരേ, സൂഫി ഷഹീദെന്നോരേ ശറഫായി വിളങ്ങുന്നോരേ, ഏറെ സുഹൃത്തോരേ എല്ലാം തികഞ്ഞവരേ, പതിയത് മിസ്റെന്ന നൈലിന്റെ കരയിന്ന് പരിപൂർണ റസൂലിന്റെ റൗളയിൽ പോയി പൊരുത്തവും കുരുത്തവും നേടിക്കൊണ്ട് സൂഫി വര്യർ പരിശുദ്ധ ഇസ്ലാമിൻ ദഅവത്തായി. സൂഫി ഷഹീദെന്നോരേ ശറഫായി വിളങ്ങുന്നോരേ, സൂഫി ഷഹീദെന്നോരേ ശറഫായി വിളങ്ങുന്നോരേ. ഇസ്ലാമിൻ പ്രബോധന പ്രഭയങ്ങും പരത്തുവാൻ ഇലാഹിന്റെ ഖദർ പോലെ സഫറുമായി. ഇസ്ലാമിൻ പ്രബോധന പ്രഭയങ്ങും പരത്തുവാൻ ഇലാഹിന്റെ ഖദർ പോലെ സഫറുമായി. ഹിലാലിൻ പതാകയേന്തി ജലാലിന്റെ ദർശനമായി ഹക്കവൻകാരൂടാലെ ഇന്ത്യയിലെത്തി. പല നടന്നവർ പരിശുദ്ധ പൊരുളുകൾ പറഞ്ഞുകൊണ്ട് അഭിവന്ദ്യ മഹാനർ നീങ്ങി. നടകൊണ്ടു പോലെയുള്ള പച്ചപ്പട്ട് പുതച്ചുള്ള കുടകെന്ന മനോഹര പുരിയിലെത്തി. സൂഫി ഷഹീദെന്നോരേ ശറഫായി വിളങ്ങുന്നോരേ, സൂഫി ഷഹീദെന്നോരേ ശറഫായി വിളങ്ങുന്നോരേ. കുടകിലെ കുത്തുനാട് ദേശത്ത് കൊടുങ്കാട്ടിൽ അരികത്ത് നദിയുടെ കുളിർ തീരത്ത്. കുടകിലെ കുത്തുനാട് ദേശത്ത് കൊടുങ്കാട്ടിൽ അരികത്ത് നദിയുടെ കുളിർ തീരത്ത്. ഹല്ലാക്കിൽ ദിക്റുമായി രാപ്പകൽ ശുക്റുമായി ഖാലിഖിൻ വലിയുള്ളാഹി ജിലിസായി. പകലിന്റെ വെളിച്ചത്തിൽ പോലും കാട്ടുമൃഗാദികൾ കൂട്ടമായി മേഞ്ഞിടും ദേശത്താണ് പടച്ചവൻ ഇളയറി ചൊരിഞ്ഞുള്ള സൂഫി എന്ന തേട്ടമായി കൂടുന്നത് ഇവിടെയാണ്. സൂഫി ഷഹീദെന്നോരേ ശറഫായി വിളങ്ങുന്നോരേ, സൂഫി ഷഹീദെന്നോരേ ശറഫായി വിളങ്ങുന്നോരേ, ഏറെ സുഹൃത്തോരേ എല്ലാം തികഞ്ഞവരേ, പതിയത് മിസ്റെന്ന നൈലിന്റെ കരയിന്ന് പരിപൂർണ റസൂലിന്റെ റൗളയിൽ പോയി പൊരുത്തവും കുരുത്തവും നേടിക്കൊണ്ട് സൂഫി വര്യർ പരിശുദ്ധ ഇസ്ലാമിൻ ദഅവത്തായി. സൂഫി ഷഹീദെന്നോരേ